നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മെക്ക് FM റേഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യത്യസ്തമായ രുചിക്കൂട്ടുകളുമായി വീണ്ടും ഞങ്ങൾ എത്തുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ആദ്യ ഇനം ചിന്തോദ്ദീപകമായ ഒരു ചിന്താശകലമായാലോ? ഇന്നത്തെ ചിന്ത അവതരിപ്പിക്കുന്നത് മാസ്ലെ വിദ്യാർത്ഥി അദിൽ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു കർഷകൻ ഒരിക്കൽ 2 വിത്തുകൾ നിലത്ത് വിതച്ചു. ഒരു വിത്ത് പറഞ്ഞു, എനിക്ക് മണ്ണിനുള്ളിലേക്ക് പോകാൻ പേടിയാണ്, ചൂടും മഴയും അപകടമാണ്. അത് മണ്ണിന്റെ മുകളിലായി തന്നെ കിടന്നു. ഒരു ദിവസം ഒരു പക്ഷി വന്ന് അതിനെ കൊത്തിക്കൊണ്ടുപോയി. മറ്റേ വിത്ത് പറഞ്ഞു, ഞാൻ വളരാനാണ് വന്നത്. അത് മണ്ണിനടിയിലേക്ക് ഇറങ്ങി. മഴ പെയ്തു, സൂര്യൻ ഉദിച്ചു. അതൊരു മനോഹരമായ ചെടിയായി വളർന്നു. ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം: ഭയം നമ്മെ നശിപ്പിക്കും, ധൈര്യം നമ്മെ ഉയർത്തും. ജീവിതത്തിൽ വളരാൻ ശ്രമം അനിവാര്യമാണ്. നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ എത്ര മിടുക്കരാ അല്ലേ? പാടാനും പറയാനും ഒക്കെ കഴിവുള്ള ഒരു കൊച്ചു കൂട്ടുകാരുടെ ഒരു കവിത കേട്ടാലോ ഇനി? അവതരിപ്പിക്കുന്നത് NEMS മോണ്ടിസോറി വിദ്യാർത്ഥിനി യാൻഷിക. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചെറിയ മുലപ്പാനിലോർമ്മയുമായി പകരം തരാൻ ഞാൻ കൂപ്പു കൈ മാത്രമായി. ഇതു ദേവി ഭൂമിത ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ, നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. സംഗീതം ഇമ്പമുള്ളതാകുന്നത് വാക്കുകളുടെ സ്വരങ്ങളുടെ ലയവിന്യാസങ്ങളിലൂടെയാണ്. അത്തരമൊരു സംഗീതത്തിലൂടെ നമ്മുടെ മനം കവരാൻ ഒരു ഹിന്ദി ഗാനവുമായി എത്തുന്നു NEMS വിദ്യാർത്ഥിനി ദുആ ഫാത്തിമ. മുझे इश्क है तुझी से मेरे जान जिंदगानी, मेरा पास मेरा दिल है, मेरा प्यार की निशानी. मुझे इश्क है तुझी से मेरे जान जिंदगानी, मेरा पास मेरा दिल है, मेरा प्यार की निशानी. मुझे इश्क है तुझी से. ജനകീയവും സംഗീതാത്മകവുമായ ഗാനമധുരി ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട്? ഇപ്പോൾ കേൾക്കാം മനോഹരമായ ഒരു മാപ്പിള ഗാനം. ആലപിക്കുന്നത് NEMS വിദ്യാർത്ഥിനി നിഹ്മ നസ്രീൻ. താരുളക്കനി മതിമസലായേ അലിയാരെ തിരുമലരേ, തിരുധൂതര കരളുടെ പാതിക്കരുമകളായി ഫിറയായോരേ. താരുളക്കനി മതിമസലായേ അലിയാരെ തിരുമലരേ, തിരുധൂതര കരളുടെ പാതിക്കരുമകളായി ഫിറയായോരേ. തീരരബരുടെ പാരമധുടെ തീരമണയുവിതാ, കിരികിടൻ ഘോരയസിദുടെ പോരിനെതിരതിൽ തേരു തിരിത്തവരാ. ഹസൻ ഹുസൈനോരുളർന്നിടലായി, ഹസദോട് സുമ്മൊരുക്കിടലായി, ഹസനോട് സൗജ കെണിപ്പെടലായി, ഹുസനിതു തോരുമതു കദിബാ. ബദ്രനെ സീറായി കൂറാമെ സാരമതിനുടെ കർബലയാൽ, താരുളക്കനി മതിമസലായേ അലിയാരെ തിരുമലരേ, തിരുധൂതരെ കരളുടെ പാതിക്കരുമകളായി ഫിറയായോരേ. താരിളമാം തിരുധൂതരിലാദര നാൽവരിൽ അന്ത്യ ഖലീഫോരേ, തീർവടിയാലമരത്ത്
ലോകത്ത് മുആവിയ തേര് തെളിച്ച മിറായാരേ മരണം അവരിൻ പിറ ഭരണ മധുരം വരെ കരുണ കുറയും സുതൻ യസിദാലേ തരമിതിനാൽ ഫറഹിടലായി അമവിയർഷൻ ദുയം അവരായേ തിരമുറിയാതരികരുമായി മധുര സുരനുകരും അതിനാലേ ചരിതമേതൂരാക്കാലം കേടന്നബൂസിയാൽ ദുരാമുത്ത് ഹുസൈനെതിരെ നീങ്ങിയേ അലിയാരേ അഹ്ലൂരയാ കലിയാലെ തടവായതാ തരുളാറ്റൽ ഹുസൈനൂരിൽ പലവിധം അപമാന ചുഴികിടലായി തരുളാറ്റൽ ഹുസൈനൂരിൽ പലവിധം അപമാന ചുഴികിടലായി താരുളക്കനി മതിമസലായി അലിയാരേ തിരുമലരേ തിരുധൂതരെ കരളുടെ പാതിക്കൊരുമകളായി ഫിറയായോരേ താരകമാമലിയാരുടെ പൂമകൻ ദൂതര റൗള ഖുദിച്ചാരേ തീരമദാമദിനത്തുൽ മുനവ്വറ നേരെ ഹുസൈന തിരിച്ചാരേ വരവതറിന മുறை സർവരൊരുങ്ങിയുടെ സ്വരണ കിരണ മധുമത്വറായേ തിരുബരവാൽ കരയിതിനാൽ മദിനയടനമൊരു തെളിവായേ ദുരയതിനാൽ യസിദുരവായി കരണമെനതിൽ വീഴ്ത്തുടനാലേ കിരാതരെ മദീനോരം ചോരപ്പുഴയാക്കാൻ നിരാ നിന്റെ കത്തൽ പാൽ വെച്ചോങ്ങേ തിരുവാലേ ഹസിയാക്കിയേ തരമാലെ നടയാകിയേ തിരുമക്കാദിക്കതിലേക്കവർ തിരിയവയഹലവരതു കൊതിയാൽ തിരുമക്കാദിക്കതിലേക്കവർ തിരിയവയഹലവരതു കൊതിയാൽ താരുളക്കനി മതിമസലായി അലിയാരേ തിരുമലരേ തിരുധൂതരെ കരളുടെ പാതിക്കരുമകളായി ഫിറയായോരേ തീരരവരുടെ പാരമതഹുടെ തീരമണയുവിത കിരികിടൻ ഘോരയസിതുടെ പോരിനെതിരതിൽ തേരു തിരിത്തവരാ ഹസൻ ഹുസൈനോരുളർന്നിടലായി ഹസദോട് സുമ്മൊരുക്കിടലായി ഹസനോട് സൗജ കെണിപ്പെടലായി ഹുസനിതു തോരുമതു കതിവാ ബദ്രന സീറായി കൂറാമി സാരമതിനുടെ കർബലയാൽ താരുളക്കനി മതിമസലായി അലിയാരേ തിരുമലരേ തിരുധൂതരെ കരളുടെ പാതിക്കരുമകളായി ഫിറയായോരേ. അടുത്തതായി അൽഫിത്ര പ്രീ സ്കൂളിലെ ഐദൻ അവതരിപ്പിക്കുന്ന ഒരു കൊച്ചു കഥ കേൾക്കാം. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും മാൻകുട്ടിയും. പണ്ടൊരു ഗ്രാമത്തിൽ അപ്പു എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. അവന് കൂട്ടായി ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു ആ പശുക്കുട്ടിയുടെ പേര്. എന്നും രാവിലെ അപ്പു സുന്ദരിനെയും കൂട്ടി പുല്ലു മേയ്ക്കാൻ പോകുമായിരുന്നു. ഒരു ദിവസം സുന്ദരി പുല്ലുമേനയിടയിൽ ഒരു മാൻകുട്ടിയെ കണ്ടു. മാൻകുട്ടി സുന്ദരി പശുവോട് ചോദിച്ചു, സുന്ദരി സുന്ദരി, നീ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നോ? നിനക്കറിയോ കാട് കാണാൻ എന്ത് രസമാന്ന്? പല പ്രാവശ്യം ചോദിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയോടൊപ്പം പോയി. കാട് എത്തിയപ്പോൾ സുന്ദരി പശു പറയാ, ഹായ് ഹായ്, എന്തു രസമാ കാട് കാണാൻ. എത്ര പൂക്കളാ, എത്ര പഴങ്ങളാ, ഭംഗിയുള്ള പുല്ലുകളും. സുന്ദരി അവിടെ കളിച്ചും രസിച്ചും ഇരിക്കുമ്പോഴാണ് ഒരു ശബ്ദം, ഗാർ ഗാർ. സുന്ദരി പേടിച്ചു പോയി. മാൻകുട്ടിയോട് സുന്ദരി പശു ചോദിച്ചു, മാൻകുട്ടി, അതെന്താണ് ആ ശബ്ദം? കാട്ടിലെ മൃഗങ്ങളെല്ലാം പേടിച്ചോടുന്നുണ്ടല്ലോ. കൂട്ടത്തിലതാ മാൻകുട്ടിയും ഓടുന്ന. ഓട്ടത്തിൻ്റെ ഇടയിൽ മാൻകുട്ടി സുന്ദരി പശുവോട് പറഞ്ഞു, സുന്ദരി, നീയും ഓടിച്ചോ, കാട്ടിലെ രാജാവായ സിംഹമാണ് വരുന്നത്. സുന്ദരിയും ഓടി. സുന്ദരി ഓട്ടത്തിൻ്റെ ഇടയിൽ മാൻകുട്ടിയോട് ചോദിച്ചു, മാൻകുട്ടി, നീ കാട്ടിലെ ഭംഗിയെക്കുറിച്ച് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, കാട്ടിലെ അപകടത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അതെന്തേ? എനിക്കിപ്പോൾ മനസ്സിലായി. പരിചയമില്ലാത്ത കൂട്ടുകാരെ
പെട്ടെന്ന് വിശ്വസിച്ചരുത്. അതും പറഞ്ഞ് സുന്ദരി വീട്ടിലേക്ക് പോയി. പാവം അപ്പു സുന്ദരിനെയും കാത്ത് വീട്ടിൽ പഠിക്കുക തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. സുന്ദരി വന്നപ്പോൾ അപ്പുക്ക് സന്തോഷമായി. കൂട്ടുകാരെ, ഈ കഥയോണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിച്ചരുത്. നന്ദി, നമസ്കാരം. ഇത് സാധ്യമാണ് എന്ന് ആരെങ്കിലും സന്ദേഹം പ്രകടിപ്പിക്കുന്നിടത്താണ് ഓരോ പുതിയ കണ്ടുപിടുത്തത്തിന്റെയും പിറവി. അനുദിനം വളർന്നുകൊണ്ടേയിരിക്കുന്നതാണ് ശാസ്ത്രം. ഇപ്പോൾ ചില ശാസ്ത്ര കൗതുകങ്ങളെ പറ്റി മനസ്സിലാക്കിയാലോ? ഇന്നത്തെ ശാസ്ത്ര കൗതുകം അവതരിപ്പിക്കുന്നത് ഇഷ മെഹറിൻ ആൻഡ് ഫാത്തിമ ദിലൂഫ്. Hello everyone, I'm Isha Mehri. And I'm Dilufer. Today we are sharing some scientific facts you may have never heard before. Dilufer, I came across an astonishing fact recently. Scientists estimate that there are more stars in the universe than all the grains of sand on the earth. It truly shows how vast and mysterious the cosmos is. That is remarkable. Isha, I also learned that your stomach replaces its lining every 3 to 4 days. Otherwise, the acid inside would digest your own body. Oh, and this one is mind-blowing. Sharks exist before trees. Sharks are at least 400 million years old, while trees evolved around 385 million years ago. And here is a weird one. There is a type of frog called wood frog that can freeze solid in winter and come back to life in spring. Its heart stopped beating. It survives. And Dilufer, do you know another crazy fact? Our brain uses enough electricity to power a small light bulb. It works even when we are sleeping. Wow! And our body has something even cooler. Our heart, it beats about 1 lakh times a day, pumping nearly 7,000 liters of blood. That is like filling up a big water tank every single day. True. And speaking of living things, and plants are amazing too. They produce oxygen through photosynthesis. And the Amazon rainforest alone produce about 20% of world oxygen. Isha, do you know that diamonds can form in lightning? Yes, high energy lightning strikes can create tiny diamonds in clouds through instant carbon compression. These rare scientific facts remind us knowledge is endless. And every discovery opens a new doorway to discover and understand the world around us. Exactly. Science is not just information. It is a journey of curiosity, observation, and constant learning. Thank you for listening. We hope our conversation inspire you to explore more about our fascinating universe. Thank you. മിമിക്രി എന്ന കല കേവലം അനുകരണത്തിനപ്പുറം നിരീക്ഷണത്തിന്റെ കൂടി അടയാളമാണ്. ഇപ്പോൾ ഒരു ശബ്ദാനുകരണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ദാറുൽ ഖുർആൻ ഇംഗ്ലീഷ് സ്കൂളിലെ മുഹമ്മദ് റയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി ഞാൻ അനുകരിക്കാൻ പോകുന്നത് കോഴിയുടെ ശബ്ദമാണ്. അടുത്തത് പശു. അടുത്തത് പട്ടി. അടുത്തതായി ആട്. വളരെ വിജ്ഞാനപ്രദമായ ശാസ്ത്ര കൗതുകത്തിനു ശേഷം വീണ്ടും ഒരു ഗാനം കേൾക്കാം. മനോഹരമായ ഒരു ലളിത ഗാനവുമായി എത്തുന്നു NEMS വിദ്യാർത്ഥിനി ആയിഷ ഷെൻസ. ഏലേലം കടവത്തൊരു തോണി, ആലോലം കടവത്തൊരു തോണി, ഏലേലം തോണി, ആലോലം തോണി, ഏലേലം ആലോലം പൊന്നിൻ തോണി, ഏലേലം കടവത്തൊരു തോണി, ആലോലം കടവത്തൊരു തോണി, ഏലേലം തോണി, ആലോലം തോണി, ഏലേലം ആലോലം പൊന്നിൻ തോണി. തോണിപ്പടിയെല്ലാം മാണിക്യം, തോണിക്ക് മുത്തിൻ്റെ പങ്കായം. തോണിപ്പടിയെല്ലാം മാണിക്യം, തോണിക്ക് മുത്തിൻ്റെ പങ്കായം. അണിയത്തിരുന്ന് തുഴയണതോ,
അണിയമ്പു പോലൊരു പെണ്ണാണ് അണിയത്തരുന്ന് തുഴയണതോ അണിയമ്പു പോലൊരു പെണ്ണാണ് ഏലേലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി കടലേഴും വാഴണ റാണിയണേ കര കാണാൻ മോഹിച്ചു വന്നതണേ കടലേഴും വാഴണ റാണിയണേ കര കാണാൻ മോഹിച്ചു വന്നതണേ കര കണ്ടു പെരുന്ന തിരകൾ കണ്ടു കരയുന്ന കടൽ കണ്ടു കരളുനൊന്തു ഏലേലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി ഇനി മനോഹരമായ മലയാളം കവിത കേട്ടാലോ? ആലപിക്കുന്നത് NEMS ഫസ്റ്റ് ജിയിലെ ആയിഷ സഹറ. മുല്ലപ്പൂ തല്ലി കൊതിച്ച കാറ്റേ കള്ളനെ പോലെ മറഞ്ഞ കാറ്റേ നിൻമുഖം കാണുവാൻ എത്ര നാളായി ഉമ്മറത്തിന്നയിൽ ഞാനിരിപ്പോ എങ്ങുവേ കാണുവാനില്ല പക്ഷേ ഉമ്മ വയ്ക്കുന്നു നീ എൻ കവിളിൽ ഒന്നിച്ചൊരൽപ്പം കളിച്ചുകൂടി മുല്ലപ്പൂ തല്ലി കൊതിച്ച കാറ്റേ കള്ളനെ പോലെ മറഞ്ഞ കാറ്റേ നിൻമുഖം കാണുവാൻ എത്ര നാളായി ഉമ്മറത്തിന്നയിൽ ഞാനിരിപ്പോ എങ്ങുമേ കാണുവാനില്ല പക്ഷേ ഉമ്മ വയ്ക്കുന്നു നീ എൻ കവിളിൽ. ഇനി കേൾക്കാം ക്യാമ്പസ് വാർത്തകൾ. നമസ്കാരം, മെക് FM ക്യാമ്പസ് വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് സല്ല സയാൻ. NEMSലെ ആനുവൽ സ്പോർട്സ് EduTrack 2K25 നവംബർ 18-19 തീയതികളിലായി നടന്നു. കാക്കൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീ സജു എബ്രഹാം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. CBSE സംസ്ഥാന കലോത്സവത്തിൽ ഒപ്പന പൊതുവിഭാഗത്തിൽ NEMS ടീം A ഗ്രേഡ് കരസ്ഥമാക്കി. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള കരിയർ ഗൈഡൻസ് സീരീസിന്റെ 2ാം ഭാഗം നവംബർ 20 സംഘടിപ്പിക്കപ്പെട്ടു. കരിയർ ഗൈഡും കോൾവിസ്റ്റുമായ ശ്രീ അൻവർ മുട്ടാഞ്ചേരി ക്ലാസ് നയിച്ചു. NEMSന്റെ ഫുട്ബോൾ മാമാങ്കം 6ാം സീസൺ NFLന് തുടക്കം കുറിച്ചു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ വ്യത്യസ്ത ക്ലബ്ബുകളിൽ അണിനിരന്നുകൊണ്ട് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നു. NEMS വിദ്യാർത്ഥിനിയും സംസ്ഥാന സ്കേറ്റിംഗ് ചാമ്പ്യനുമായ ഫിദ ഫാത്തിമ പന്ത് തട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. രാവിലെയും വൈകിട്ടുമായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ക്യാമ്പസിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജനറൽ മെഡിസിൻ, ENT, ഹോമിയോ, ദന്തരോഗ വിഭാഗം, നേത്രരോഗ വിഭാഗം എന്നിവയുടെ സേവനം ലഭ്യമായിരുന്നു. BP, പ്രമേഹം എന്നിവയുടെ പരിശോധനയും ലഭ്യമായിരുന്നു. CBSE സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും ഡെയിലി വീഡിയോ 100 എപ്പിസോഡ് തികച്ച മിടുക്കരെയും അനുമോദിച്ചു. മലബാർ എഡ്യൂസിറ്റി അഡ്മിനിസ്ട്രേറ്റർ ഷെറീന മാം, പ്രിൻസിപ്പൽ റെജീന മാം എന്നിവർ സംസാരിച്ചു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും അഭിനന്ദിച്ചു. NEMS ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 3 മുതൽ 7 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ആങ്കറിംഗ് മത്സരം സംഘടിപ്പിച്ചു. 2 വിഭാഗങ്ങളായാണ് മത്സരം നടന്നത്. നരിക്കുനി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. 049522444860. മറ്റൊരു നമ്പർ 9656244860. NEMS സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഭരണഘടനാ ദിനമായ നവംബർ 26 കൊളാഷ് മത്സരം, ഡിബേറ്റ് എന്നിവ സംഘടിപ്പിച്ചു. മലബാർ ITI സംഘടിപ്പിച്ച ടെക്നിക്കൽ വോയിസ് പ്രോഗ്രാം ശ്രദ്ധേയമായി. ടെക്നിക്കൽ കോഴ്സുകളെയും തൊഴിലവസരങ്ങളെയും കുറിച്ച് ക്ലാസുകൾ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ITI റിട്ടയർഡ് വൈസ് പ്രിൻസിപ്പൽ സുധീർ സാർ, RI സെന്റർ ട്രെയിനിംഗ് ഓഫീസർ ഫിദ മാം എന്നിവർ ക്ലാസ് നയിച്ചു. NEMS 5 മുതൽ 10 വരെ ക്ലാസുകളിലെ പെൺകുട്ടികൾക്കായി നവംബർ 26 മുതൽ 29 വരെ ബാഡ്മിന്റൺ മത്സരം നടത്തപ്പെട്ടു.
ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം. ഇതോടെ ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. കൂടുതൽ വ്യത്യസ്തമായ പരിപാടികളുമായി വീണ്ടും വരാം. സ്റ്റേ ട്യൂൺഡ് മെക് FM. Now I am Vedlakshmi And I'm Mitra, signing out.